നമസ്കാരം. ലോകം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ UK-യിലെ കുറച്ച് മലയാളികൾ അവരുടെ ക്രിസ്മസ് അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. യൂറോപ്പ് മലയാളി ജേണലിൻ്റെ സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ക്രിസ്മസ് എത്തിക്കഴിഞ്ഞല്ലോ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത്? UK-യിലെ ക്രിസ്മസ് നവംബർ ലാസ്റ്റ് വീക്കില് എല്ലായിടത്തും തന്നെ ആരംഭിച്ചു. പ്രധാന നഗരങ്ങളിലെല്ലാം ലൈറ്റുകളെ കൊണ്ട് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് എത്ര മനോഹരമായിരിക്കുന്നു. സ്ട്രീറ്റിലെല്ലാം നമുക്ക് രാത്രിയിൽ നടക്കുവാണെങ്കിൽ അത് കാണുന്നത് തന്നെ ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ നമ്മൾ നാട്ടിലെ നിന്ന് വ്യത്യസ്തമായിട്ട്, നാട്ടിൽ നമ്മൾ ഡിസംബർ 20-ാം സാധാരണ മിക്ക വീടുകളിൽ ലൈറ്റ് ഇടുന്നത്. അപ്പൊ നാട്ടിൽ എവിടെയാണ് സ്ഥലം? എന്റെ വീട് തൃശ്ശൂരാണ്. ഈ രാജ്യത്ത് വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഞാൻ 7 വർഷമായി. ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. ക്രിസ്മസ് ടൈമിലല്ലേ നമ്മൾ കുറെ ആൾക്കാരെ, നമ്മളുടെ ബന്ധുക്കളെയും ഒക്കെ മിസ് ചെയ്യുന്നു കൂടുതൽ തോന്നാറുള്ളത്? അതെ, തീർച്ചയായിട്ടും. കാരണം നാട്ടിലെ നമ്മള് ആദ്യം എന്ന് പറഞ്ഞാൽ എന്നും രാത്രിയിൽ ആ ഒരു കുർബാനയ്ക്ക് രാത്രിയിൽ പോകുന്നതും ആ നക്ഷത്രത്തെ കാണുന്നതെല്ലാമാണ് ഓർമ്മയിൽ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ നക്ഷത്രത്തെ ശരിക്കും കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഇവിടുത്തെ ക്രിസ്മസ് ഇപ്പം നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് അതിനോട് യോജിക്കാതെ കണ്ട് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്മസും ഞങ്ങൾ നാട്ടിലേതുപോലെ തന്നെ മനോഹരമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. മറ്റൊരു പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഒരു ക്രിസ്മസ് ഈ പ്രസന്റുകൾ വാങ്ങുക എന്നുള്ളതാണ്. ഷോപ്പിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണല്ലേ? ഇവിടുത്തെ ഷോപ്പുകളിലെല്ലാം ഒത്തിരി സാധനങ്ങൾ ക്രിസ്മസിനെ അനുബന്ധിച്ച് ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായാലും ഈ പ്രാവശ്യം രണ്ടാമതും പോയി ഒന്നും കൂടി ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. താങ്കളുടെ ക്രിസ്മസിനെ ഉള്ള ഒരുക്കങ്ങളെ കുറിച്ച് ഒന്ന് പറയൂ. എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അന്ന് എല്ലാവരും ഒത്തുകൂടും. ഇവിടെ ജീസൺ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് കൂടുന്നത്. ഇവിടെ സുഹൃത്തുക്കളുടെ വീട്ടിലാണല്ലോ പ്രധാനമായിട്ടും ക്രിസ്മസ് ആഘോഷിക്കുന്നു പറഞ്ഞത്. അപ്പൊ നാടും ഇവിടെ ആയിട്ട് എന്താ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്? നാട്ടിൽ നമ്മുടെ പലരുടെ വീട്ടിലും പോയി ഓരോരുത്തരുടെ വീടുകളിൽ ചെന്ന് നമുക്ക് ആഘോഷിക്കണം. പക്ഷെ ഇവിടെ ആവുമ്പോൾ നമുക്ക് അതിനേക്കാൾ രസം ഒരാളുടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. അത് നമുക്കൊരു പുതിയൊരു അനുഭവമാണ്. എല്ലാവരും ആ വീട്ടിൽ വന്ന് കൂടി നമ്മളെന്താ ഒരു കേക്ക് കട്ട് ചെയ്യുക, പിന്നെ നമ്മളെല്ലാവരും ഒരു പാട്ടൊക്കെ പാടി നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ഇവിടെ. അപ്പൊ ആരെ വീട്ടിലാണ് കൂടുന്നെന്ന് പറഞ്ഞത്? ജീസൺ അദ്ദേഹത്തിന്റെ വീട്ടില്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടോ അവിടെ? എവിടെ? അപ്പൊ ഒന്ന് കൊടുക്കൂ.
അപ്പൊ എല്ലാവരും ഇങ്ങനെ വീട്ടിലാണ് വന്ന് കൂടുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻ ആണല്ലോ, എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ഒട്ടും ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് 10 ഫാമിലി ആണെങ്കിൽ 10 തരം കറികളാണ് കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഓരോ ഫാമിലിയോട് ഓരോ സൈസിൽ ബേസിക് ആയിട്ട് എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ട് വരും. എല്ലാവരും അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? അപ്പൊ ഈ 10 പേര് ഒരുമിച്ച് കൂടുമ്പോ ഇപ്പൊ സ്ത്രീകൾക്ക് ഈ കുക്കിംഗ് ആണ്, ആണുങ്ങൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ 10 ആണുങ്ങൾ ഒരുമിച്ച് ക്രിസ്മസ് എന്ന് പറഞ്ഞ് കൂടുമ്പോ എന്തായിരിക്കും പ്രധാനമായിട്ട് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. അത് ആണുങ്ങളെന്ന് പറഞ്ഞോളൂ ഇല്ലേ? ഞങ്ങൾ പൊതുവെ സന്തോഷപ്രിയരാണ്. സന്തോഷിക്കാനായിട്ടുള്ള വകുപ്പുകളൊക്കെ നോക്കും. വളരെ എൻജോയബിൾ ആയിട്ട് ഫുഡ് കഴിക്കും. പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. അതൊക്കെ നല്ല കാര്യം തന്നെ. ഞാൻ ഉദ്ദേശിച്ച വന്നില്ല ഇതുവരെ. കുറച്ച് വൈൻ കഴിക്കും അല്ലേ? ക്രിസ്മസിന് പ്രത്യേകിച്ച് എല്ലാവരും അല്പമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം എല്ലാവരും കൂടെ കൂടുമ്പോ. നാട്ടിലാകുമ്പോ അങ്ങനെ കൂടാനുള്ള സാഹചര്യം കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഓരോരുത്തരും അവരവരുടെ വീടുകളിലല്ലേ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ? നാട്ടിലെ എല്ലാവർക്കും ക്രിസ്മസ് അവരവരുടെ വീട്ടിൽ ആഘോഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. പക്ഷെ ക്രിസ്മസിന്റെ വൈകുന്നേരം ബന്ധുമിത്രാദികളെ ഒക്കെ പോയി കാണും, സ്വന്തപ്പെട്ടവരുടെ വീടുകളിലൊക്കെ പോകും. ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടാവാറുണ്ട്. താങ്കളുടെ ക്രിസ്മസ് എങ്ങനെയാണ് താങ്കൾ ആഘോഷിക്കുന്നത്? കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലാണ് നല്ലത്. കാര്യം ഞാൻ ചങ്ങനാശ്ശേരി വരുവാണ്. അപ്പൊ ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു മതമൈത്രിയുടെ നാടാണ്. അപ്പൊ എല്ലാവരും അത് പടക്കം പൊട്ടിച്ചും പാതിരാ കുർബാനയ്ക്ക് പോയും ഒക്കെ നല്ലതുപോലെ ആഘോഷിക്കും. അത് തന്നെയല്ല, ക്രിസ്മസിന്റെ അന്ന് തന്നെ ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ ചന്ദനക്കുട ദേശീയ ആഘോഷം, അതുപോലെ കാവിലമ്പലത്തിൽ ഉത്സവം, അതുപോലെ മെത്രോപൊളിത്തൻ പള്ളിയിൽ പെരുന്നാള്. അപ്പൊ ഈ 3 സമുദായക്കാരുടെയും കൂടെ ഒരു വലിയൊരു ക്രിസ്മസിന് ഞങ്ങൾ അങ്ങനെയാണ്, ഒരു വലിയൊരു വരവേൽപ്പ് പോലാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല. അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും യാഥാർത്ഥ്യമായിട്ട് നടക്കുന്ന പ്രത്യേക സുഖമാണ്. നമ്മൾ പള്ളിയിലും പോയി, ചന്ദനക്കുടത്തിനും പോയി, കാവലമ്പലത്തിലും പോയി, എല്ലാവരും ഒരു ജാതി മതഭേദമന്യേ എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ്. അത് 25 തന്നെയാണ് ആ ഡേറ്റും. ഇപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാതി ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് കണ്ടുവരുന്നത്. എന്ത് പറയുന്നത് അതിനെ കുറിച്ച്? അത് ഇവിടെ അവിടെ എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം. അവിടെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. കാര്യം അന്നേ ദിവസം എല്ലാവർക്കും ഉത്സവമാണ്. അത് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്രിസ്മസിന് പ്രധാനമായിട്ട് ക്രിസ്മസ് ഡിന്നർ എന്ന് പറയുന്ന ഒരു പ്രധാന ഐറ്റം ആണല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയും. ഇവിടെ നമ്മൾ ക്രിസ്മസിന് വലിയൊരു ആഘോഷമായിട്ടാണ് നമ്മൾ ദിവസം 2 പേർക്ക് ഓഫായിരിക്കും. പിന്നെ ഇവിടെ ടർക്കി ഫ്രൈ ചെയ്യണം, അതൊരു അവിടുത്തെ ഇതുപോലെ. പിന്നെ തലേദിവസം കേക്കൊക്കെ ഉണ്ടാക്കി വെക്കും, പോർക്ക്, അങ്ങനെ ഒത്തിരി ഡിഷസ് ഞങ്ങൾ ഉണ്ടാക്കും ഇവിടെ. പിന്നെ പിള്ളേർക്കാണെങ്കിലും ക്രിസ്മസ് ട്രീ ഇവിടെ വന്ന ഉടനെ ഇവിടെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെല്ലാം ക്രിസ്മസ് ട്രീ വെച്ചു. പിന്നെ റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് പിള്ളേർക്ക് അതൊരു എക്സൈറ്റ്. അതിന്റെ അടിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് 25th വെരി സസ്പെൻസ് ആയിട്ടാണ് അവർ തന്നെ വേറെ ആള് റാപ്പ് ചെയ്ത് രാത്രി ഓണന്നിരുന്ന് 12 മണി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടി. അത് കരോളൊക്കെ കാണും അവിടെ. നമുക്ക് 8 മണിക്ക് അവിടെ കുർബാന കഴിഞ്ഞിട്ട് വന്നു. 8 മണിക്ക് കുർബാനയാണ്. 8 മണിക്ക് പാതിരാ കുർബാന നാട്ടില് 12 മണിക്ക്. നാട്ടില് അവിടെ കുർബാന കഴിഞ്ഞിട്ട് അമ്മച്ചി പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന തിരക്കും അതുമായിട്ട് അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. പാതിരാ കുർബാന എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? നാട്ടില് 12 മണിക്ക് തന്നെ 12 മണിക്ക് പ്രദക്ഷിണമൊക്കെ ഉണ്ട് ചർച്ചില്. ഉണ്ണീശോ പിറക്കുന്നതും അവിടെ ഒരു പടക്കം പൊട്ടി അതൊന്നും അങ്ങനൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒരു പ്രദക്ഷിണമോ അങ്ങനൊന്നും ഇല്ല. ഇവിടെ 8 മണിക്ക് ഒരു കുർബാന. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. രാവിലെയാണ് ഇവിടുത്തെ എല്ലാവരും കൂടെ കൂടുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആണുങ്ങളെല്ലാവരും കൂടി ഒരു വെള്ളവടിയും ആകെ ബഹളമാണ്. പെണ്ണുങ്ങൾ ഇച്ചിരി വൈനൊക്കെ അടിച്ച് ആകെ ഒരു ബഹളമായിരിക്കും. അതിന്റെ പാർട്ടാണല്ലേ? ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഇത് നാട്ടിലെന്ന് പറയുമ്പോൾ കുടുംബങ്ങളെല്ലാം ഒരുമിക്കുന്ന ഒരു അവസരം കൂടിയല്ലേ ക്രിസ്മസ്? ഞങ്ങളുടെ എന്റെ വീട്ടില് അത്ര ഇതില്ല. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് പുള്ളിയുടെ ചനശ്ശേരിക്കാരനാന്ന് പറഞ്ഞത്. അത് അവിടെ വീട്ടിൽ കുറെ 7 പേരാണ് അവര് പെൺപിള്ളേരെല്ലാരും വരും വീട്ടിലെ. അച്ചാച്ചിക്ക് അവിടെ നിർബന്ധം അവർ വന്നിരിക്കണം എന്നുള്ള. അന്ന് സന്ധ്യ ആകുമ്പോൾ എല്ലാവരും അവരുടെ വീട്ടിൽ വന്നിട്ട് നല്ല ആഘോഷം അവിടെയാണ്. അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണെങ്കിൽ തന്നെയും നേരിയ ഒരു വിഷമം കൂടിയില്ലേ? പിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ നാട്ടിലെ. അതിന്റെ അറ്റ്മോസ്ഫിയർ വേറെയാ. നമ്മൾ ഇവിടെ എല്ലാരും കൂടെ കൂടി ആഘോഷിക്കുന്നുണ്ടെങ്കിലും നാടും അതിന്റെ ആ നാടിന്റെ മണവും എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ ആ നക്ഷത്രവും നമ്മൾ ആ പാതിരായ്ക്ക് പള്ളിയിൽ പോകുന്ന ഇതും. അപ്പൊ ഈ ക്രിസ്മസ് ടൈമിന് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ പാട്ട് ഒരു പ്രധാനമുള്ള ഒരു കാര്യമാണല്ലോ. ഈ എല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന ഒരു പാട്ട്. അങ്ങനെയാണ് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 4 വരി ഏതെങ്കിലും ഒരു ക്രിസ്മസിനെ കുറിച്ചൊരു പാട്ട് പാടിയിട്ട് വരാം.
നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് നാളായോ? 7 വർഷം. 7 വർഷമായി. ഓക്കെ. എന്തൊക്കെയാണ് ഒരു അനുഭവം ഇവിടെ വന്നതിന് ശേഷമുള്ള ക്രിസ്മസിന്റെ അനുഭവം? ഇവിടെ ശരിക്കും ക്രിസ്മസ് കൂടുതലും സന്തോഷത്തോടെ ഓർമ്മ എന്ന് പറയുന്നത് നാട്ടിലെ ക്രിസ്മസ് ആണ്. നാട്ടിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട് വയനാട്ടിലൊക്കെ, കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ. പക്ഷെ ക്രിസ്മസ് കൂടുതലും ഓർമ്മ വയനാട്ടിലാണ്. അപ്പൊ അവിടെ നിന്ന് ഡിസംബർ എന്ന് പറയുമ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. വയലൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം അതിന്റെ ആ പുല്ലൊക്കെ വെച്ച് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കുക. അപ്പം ചേട്ടനും ഞാനും അനിയനും ഒക്കെ കൂടി ക്രിസ്മസ് കൂട് ഉണ്ടാക്കുക. പിന്നെ കരോള് വരുന്നത്, അതൊക്കെയാണ് നാട്ടിലെ ഓർമ്മ. ഇവിടെ കൂടുതലും ക്രിസ്മസ് ട്രീക്കാണ്, പുൽക്കൂടിനെക്കാട്ടിലും പ്രാധാന്യം ഇവിടെ ക്രിസ്മസ് ട്രീക്കാണെന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുക, ഉണ്ണീശോ വരുന്നതാണ് കൂടുതലും നമ്മൾ കരുതുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ക്രിസ്മസ് പപ്പ വരുന്നതാണ്, സാന്ത വരുന്നതാണ്. പിള്ളേരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് സാന്ത വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ണീശോ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓർമ്മ. ഗിഫ്റ്റ് കിട്ടുന്നു, സാന്ത വരുമ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നു. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ക്രിസ്മസ് ട്രീയുടെ അടിയിൽ റാപ്പ് ചെയ്ത് വെക്കുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക്. പിന്നെ നാട്ടിലെ അത് കുറെയൊക്കെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ രാവിലെ പാലപ്പം ഉണ്ടാക്കുക, മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ കുട്ടികൾക്കും കൂടെ പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ ഉണ്ണിയേശു ജനിച്ച തിരുപ്പിറവിയാണെന്നുള്ളതിനേക്കാൾ പ്രാധാന്യം കൂടുതലും സാന്ത വരുന്നു. അതാണ് ഇവിടെ സ്കൂളിലൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിലാണ് ഇത് വിശ്വാസം വരുന്നത്. സാന്ത വരുന്ന ദിവസം, ക്രിസ്തു ജനിച്ച ദിവസമാണെന്നറിയാം, പക്ഷെ സാന്ത വരുന്നതാണ് അവർ ആഘോഷമായിട്ട് കാണുന്നത്. ഇവിടെ ഡിസംബർ 1 ആകുമ്പോഴേക്കും ക്രിസ്മസ് ട്രീ ഒരുക്കി വെക്കുക, വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് ആണ് ഇവിടെ കൂടുതലും ആഘോഷിക്കുന്നത്. അല്ലെ, വയനാട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ വയനാട്ടിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള ആഘോഷങ്ങൾ കൂടുതൽ നടക്കുന്നുണ്ടാവണം. അയ്യോ, ശരിക്കും ഉണ്ട് അല്ലേ? കാരണം ഗ്രാമങ്ങളില് ഇത്തരം ആഘോഷങ്ങൾ പെട്ടെന്ന് ഡൈ ഔട്ട് ചെയ്യാറില്ല. പട്ടണങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മാറി വരുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും വയനാട്ടിൽ പോയിട്ടുണ്ടോ? അവധിക്ക്. പക്ഷെ ക്രിസ്മസ് കൂടിയിട്ട് ഒരുപാട് നാളായി. നമ്മൾ ക്രിസ്മസ് ആഹാര രീതി എന്ന് പറയുമ്പോൾ, ക്രിസ്മസ് ഡിന്നർ എന്ന് പറയുമ്പോൾ നാട്ടിലതും ഇവിടുമായിട്ട് ശരിക്കും വ്യത്യാസമുണ്ട്. നാട്ടിലെന്ന് പറഞ്ഞാൽ തലേന്ന് പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ അരി പൊടിക്കുക, അരി കലക്കി വെക്കുക, അപ്പത്തിനായിട്ട് കലക്കി വെക്കുക, അതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. പാലപ്പം ഉണ്ടാക്കാനൊക്കെ 1 മണിക്കൂറിനുള്ളിൽ വരുന്ന പാലപ്പ പൊടി വാങ്ങി അത് കലക്കി വെക്കുക. പിന്നെ നാട്ടിലെന്ന് പറഞ്ഞാൽ തലേന്ന് ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് ചാച്ചൻ പോകുന്നു, ഇത് ഇറച്ചി വാങ്ങിക്കൊണ്ട് വരുന്നു, അതൊക്കെയാണ്. പിന്നെ പള്ളി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്നു. രാവിലെ ഏറ്റു വരുമ്പോഴേക്കും നല്ല സുഭിക്ഷമായിട്ട് അപ്പം കറിയെല്ലാം മേശപ്പുറത്ത് റെഡി. ഇവിടെ ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതൊക്കെ മിസ് ചെയ്യുന്നു. സ്റ്റുഡന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോ വന്നിട്ട് 4 വർഷം. ഇപ്പൊ വരാൻ പോകുന്ന ക്രിസ്മസ് എന്റെ 5ാമത്തെ ക്രിസ്മസ് ആണ്. വന്ന കാലം മുതൽ ഈ ഉള്ള ക്രിസ്മസിനെല്ലാം മനസ്സിൽ ഒരേ ഒരു ഫീലിംഗ് ആണ്, എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്താൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒറ്റ ക്രിസ്മസ് പോലും വന്നു പോയിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 4 ക്രിസ്മസും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ആഘോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കഴിവതും ഞാൻ റിലേറ്റീവ്സിൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. പിന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് നാട്ടിലെ ക്രിസ്മസും ഇവിടുത്തെ ക്രിസ്മസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മോറൽ സൈഡ് അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു ക്രിസ്മസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് നാട്ടിൽ തന്നെ നിലനിൽക്കുന്നുള്ളൂ. പിന്നെ ഈ അടുത്ത കാലങ്ങളായിട്ട് കുറേയൊക്കെ നാട്ടിലും ഈ ഒരു റെഡിമെയ്ഡ് കൾച്ചറിലേക്ക് നമ്മൾ മാറി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ക്രിസ്മസ് എങ്ങനെയായിരുന്നു, നമ്മുടെ പള്ളി നമ്മൾ പള്ളിയിൽ ആഘോഷിച്ച ഒരു രീതി, ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുന്നത്, പിന്നെ കരോൾ കൂടുന്നത്. ഇവിടുത്തെ കരോൾ എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കരോളാണ്. പക്ഷെ നാട്ടിലെ കരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ നൈറ്റ് ആണ്, വെളുപ്പിനാവും തീരുമ്പം. അതൊക്കെ ഒരു വലിയൊരു മിസ്സിങ് ഫീലിംഗ് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഒരു വ്യത്യസ്തമായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ള കാര്യം, ഇവിടെ നേരത്തെ പറഞ്ഞു ഞങ്ങളിവിടെ ഫ്രണ്ട്സ് ആയിട്ട് ഗ്യാദർ ചെയ്യും. അത് ഒരുപക്ഷെ ക്രിസ്മസിന്റെ ദിവസത്തിൽ തന്നെ ആയിരിക്കില്ല, പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം നോക്കി നമ്മൾ ഒരു ദിവസം ചൂസ് ചെയ്യും. പക്ഷെ ആ ആഘോഷം എന്ന് പറയുന്നത് നാട്ടിലെ ആഘോഷമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം. ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു സൗഹൃദ ബന്ധം കൂടുതലായിട്ട് വളരാനായിട്ട് അതൊരു പ്രത്യേകിച്ച് സഹായിച്ചിട്ടുണ്ട്. താങ്കൾ ക്രിസ്മസ് കരോളിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കരോളിനെ വരവേൽക്കാം. What fun it is to ride and sing a sleighing song tonight.
ക്രിസ്മസ് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് മംഗളങ്ങൾ നേരുക. പാപികളെ തേടി വന്നവനാണ് യേശു ക്രിസ്തു. പാപികളായ നമ്മളെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെയൊക്കെ പാപപങ്കിലമായ ഹൃദയങ്ങളിലേക്ക് യേശുവിന് ജനിക്കുവാൻ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കുക. ഈശോ വന്ന് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോഴും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് നല്ല നല്ല നന്മകളൊക്കെ പുറത്തു വരാൻ സാധിക്കും. അങ്ങനെ ഈ ക്രിസ്മസ് വലിയ ഒരു നന്മയുടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ നന്മയുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാഴ്ച മുമ്പേ പ്രാക്ടീസൊക്കെ തുടങ്ങും. ഡ്രമ്മൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടി കൊട്ടി. എന്നിട്ട് ക്രിസ്മസിന് ഒരു 5-6 ദിവസം മുമ്പേ ഞങ്ങൾ ഇറങ്ങും ഓരോ വീട് കയറിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി ചെല്ലുമ്പോഴത്തേന് കുറേ ആളുകൾ പൊഴിഞ്ഞു പോകും. ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. ചില വീട്ടിലൊക്കെ ചെറിയ സെറ്റപ്പ് ഉണ്ടാവും, അവിടെ കുറച്ച് പേര് അവിടെ അങ്ങനെ വരുമ്പോൾ ചില വീട്ടിലൊക്കെ ഞങ്ങൾ 5-6 പ്രാവശ്യം ഒരു പാട്ടൊക്കെ പാടും ആൾക്കാർ വരാനായിട്ട്. ചില ജനലിൽ കൂടെ നോക്കിയിട്ട് അപ്പോഴേ കഥ അടച്ചിടും, ഒരനക്കവും ഇല്ല. ചിലരാണ് ഞങ്ങൾ ചിലത് നോക്കിയിരിക്കും. പിള്ളേർക്കൊക്കെ ഇത് കാണാൻ വളരെ സന്തോഷകരമാണ്. ഇപ്പോഴും അത് നടക്കുന്നുണ്ടോ? ഇപ്പോഴും ഒത്തിരി കുറഞ്ഞു. ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമില്ല. ഇപ്പൊ മീഡിയ ഒത്തിരി വന്നതുകൊണ്ട് ടെലിവിഷനിൽ ഇഷ്ടം പോലെ ക്രിസ്മസിന് സിനിമകൾ സ്പെഷ്യൽ വരുന്നു, പ്രോഗ്രാംസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പം അതിലോട്ട് ഒത്തിരി പേര് ഒതുങ്ങി കൂടുന്നുണ്ട്. പക്ഷേ അത് ഒത്തിരി പേർക്ക് മിസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കാണേലും അതൊക്കെ ഒരു കണ്ടു വളരാനായിട്ടുള്ള. ഇപ്പം സിറ്റിയിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന, അല്ലെ കുറെ അപ്പൂപ്പന്മാരൊക്കെ വന്ന് പാട്ടും പാടി പോകുന്ന ഒരു അനുഭവമായിട്ട് മാത്രം മാറിയിട്ടുണ്ട്. പക്ഷേ UK-ലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ ഈ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഞാനും ക്രിസ്മസ് കാറിൽ വന്നിട്ട് ഇറങ്ങി 4-5 കാറിലായിട്ട് വന്ന് പാട്ട് പാടുന്നൊരു. തീർച്ചയായിട്ടും ഞാനും പോകാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു അനുഭവം ഒത്തിരി വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് ഒത്തിരി ഈ ക്രിസ്മസിന്റെ സമയത്ത് സ്നോയൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് തെറ്റി വീഴാനുള്ള സാധ്യത ആയതുകൊണ്ട് നമ്മൾ അത്ര സന്തോഷത്തോടെയൊന്നും അല്ല നടക്കുന്നത്. പിന്നെ ഇടുന്ന ജാക്കറ്റിന്റെ ഭാരം, അതുകൊണ്ടൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. പിന്നെ വീടിനകത്ത് കയറിയുള്ള പാട്ടേ പറ്റത്തുള്ളൂ. മറ്റേ നമ്മൾ വഴി കൂടെ അല്ലറി കാറിക്കൊണ്ടാണ് പോകുന്നത്. നാട്ടുകാരെല്ലാം അറിയും കരോള് വരുന്നുണ്ടെന്ന് അങ്ങേ ദിക്കിന്ന് കേട്ടാലേ അറിയാടാ ഒരു കരോള് വരുന്നുണ്ട്, വീട്ടിൽ കയറി പാത്തിരുന്നു, അമ്മ കാശ് ചോദിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ കയറി കഥ അടച്ചിട്ട് ഭദ്രമായിട്ട് പാട്ടൊക്കെ പാടി ഒരു അഡ്ജസ്റ്റ്മെന്റ് പാട്ടാണല്ലേ. അതെ. മറ്റേ ഇവിടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റോ കേക്കിന്റെ ഒരു പീസൊക്കെ കിട്ടും. നാട്ടിൽ അത് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ്. അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു പാട്ടുകൂടെ പാടിയിട്ട് വരാം. Good evening.
ഇതിൻ്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.